നാടെങ്ങും വികസന വായ്ത്താരി മുഴങ്ങുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ്. അസുഖം വന്നാൽ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്ന നിസ്സഹായരായ ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. വനാതിർത്തിയിലോ മലയിടുക്കിലോ ഒന്നുമല്ല കേട്ടോ, ആലപ്പുഴയിലാണ് ഈ ദുരവസ്ഥ. പ്രഖ്യാപനങ്ങളൊക്കെ കേട്ടുമടുത്ത അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ തോട്ടുങ്കര പ്രദേശത്തെ ജനങ്ങൾ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്കില്ല എന്ന നിലപാടിലാണ്. തിങ്കളാഴ്ച രാത്രി പ്രദേശത്തെ വിജയകുമാർ ഹൃദയാഘാതം വന്ന് യഥാസമയം ചികിത്സ കിട്ടാതെ മരിച്ചതോടെയാണ് വോട്ട് ബഹിഷ്കരിക്കുക എന്ന തീരുമാനത്തിലേക്ക് നാട്ടുകാർ എത്തിയത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 8-ാം വാർഡിൽ തോട്ടുങ്കര ഭാഗത്താണ് വിജയകുമാർ താമസിക്കുന്നത്. ഇവിടെ റോഡോ വഴി സൗകര്യമോ ഇല്ലാത്തതിനാൽ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകി. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ 5 മിനിറ്റ് മുൻപ് മരണം സംഭവിച്ചുവെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമാന സാഹചര്യങ്ങളിൽ വിജയകുമാറിന്റെ അയൽവാസി മരിച്ചിരുന്നു. റോഡ് വികസനത്തിനായി 30 വർഷം മുൻപ് ആളുകൾ സ്ഥലം വിട്ടു നൽകുകയും 100 കണക്കിന് ഫലവൃക്ഷങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും ഒരു നടപടി മാത്രമാണ് ഉള്ളത്. MLA ആണെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന മാറി മാറി വന്നിരുന്ന MP ആണെങ്കിലും ആരും ഒരു നടപടിയും ഈ പ്രദേശത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടോ ഇവരുടെ കഷ്ടപ്പാട് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ഈ പ്രദേശത്തിന്റെ ദുരിതം മാറ്റുവാനും ഇനിയും ഇങ്ങനെയുള്ള അപമരണങ്ങൾ ഉണ്ടാകാതിരിക്കാനുമുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാം. ഏത് നിമിഷവും തകർന്നു വീഴാറായ 2 പാലങ്ങളിലൂടെ ജീവൻ പണയം വെച്ചാണ് നാട്ടുകാരുടെ യാത്ര ദുരിതം പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നാണ് ഇവർ പറയുന്നത്. പല കുട്ടികളും മറ്റ് ബന്ധുവീടുകളിൽ നിന്നാണ് പഠിക്കുന്നത്. ആ പാലം ഈ പാലം 3 പാലം കയറിയ വേണം അവിടെ റോഡായിട്ട്. അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ ഒരു എങ്ങനെ പോയാലും ഒരു 1500 തൊഴിലാളിയിൽ ഇതില് തന്നെ കയറി ഇറങ്ങി പോകുന്നു. ഇങ്ങോട്ടുള്ള വെള്ളവും ഇല്ല, വഴിയും ഇല്ല, ഒന്നുമില്ല. പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ചാണ് ഒരു കൃഷി വിളവെടുക്കുന്നതെങ്കിലും ഒരാൾക്ക് വളം കൊണ്ടുവരണേ തന്നെ എന്ത് പ്രയാസപ്പെട്ടു. നാലുപാടം, നാനേക്കാട്, കാട്ടുകോണം എന്നീ പാടശേഖരങ്ങളിലെ നെല്ലും കരക്കെത്തിക്കാൻ മറ്റു മാർഗമില്ല. കർഷക തൊഴിലാളികളും അടങ്ങുന്ന ഇവിടുത്തെ ജനം ഇത്തവണ എന്തായാലും പോളിംഗ് ബൂത്തിലേക്കില്ല. 2.5 കിലോമീറ്ററിലധികം നടന്നു വേണം പോളിംഗ് ബൂത്തിലെത്താൻ. ഇത്രയും ബുദ്ധിമുട്ടായി പോയി വോട്ട് ചെയ്തിട്ട് തങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നാണ് ചോദ്യം. പിന്നെ വഴിയാണെങ്കിലോ ഒരു വെട്ടമാണെങ്കിലോ ഒന്നും ഈ വണ്ടേ താമസിക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒരു മെമ്പർമാരോ അല്ല മറ്റുള്ളവർ ആരും ഈ വോട്ട് ചോദിക്കാൻ വരുന്നതല്ലാതെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഇവിടെ ഒരു ഉയർച്ചയില്ലാത്തൊരു സ്ഥലമാണിത്. ഇതുപോലത്തെ ഒരു സ്ഥലം എങ്ങും ഇല്ല. പോട്ടത്തറ, വടേക്കര, 10 സെന്റ് എന്നീ കോളനികളിലടക്കം 200ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് കഴിയുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ. നിരവധി കാഴ്ചകൾ ഇതുപോലെ ചുറ്റുവട്ടത്തുണ്ട്. സ്ഥാനാർത്ഥികൾ പര്യടനത്തിനിടയിലൊന്ന് ശ്രദ്ധ വെച്ചാൽ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോഴാകുമ്പോൾ നിങ്ങൾക്കും താല്പര്യമുണ്ടാകും, ആ ജനങ്ങൾക്ക് അതൊരു പരിഹാരവുമാകും.